മീരയും രാമനും ഒന്നിച്ചാലും ഒരാളെ മനസ്സിലിട്ട് ഇനി മറ്റൊരാളെ വിവാഹം കഴിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് സീത രാമന്റെ അമ്മയോട് പറയുന്നു. മോളല്ലാതെ മറ്റൊരു പെണ്ണും മനസ്സിൽ കയറി പറ്റേണ്ടതല്ല. രാമൻ അറിയാതെ സീതയുടെ വിവരങ്ങൾ ഫോണിലൂടെ തിരക്കുന്ന മീര. വൈകി വന്ന രാമന്റെ ഫോൺ സീത അറ്റൻഡ് ചെയ്തില്ല. വിവാഹം ചിങ്ങത്തിൽ തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നതായി മീരയുടെ വാക്കുകൾ. കണ്ണിൽ കണ്ടതും കേട്ടതും ശങ്കരമാമ രാമന്റെ അമ്മയെ അറിയിക്കുന്നു. ഇപ്പോഴേ അവരേതാണ്ട് കല്യാണം കഴിഞ്ഞ പോലെ. തുടർന്ന് കാണുക. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ കുട്ടി അവിടെ ഉണ്ട്. അവൾ അടുക്കളപ്പണിയിലായിരുന്നു. രാമൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് മീരയാ. പിന്നെ അവരിങ്ങോട്ട് പോരുക. മിക്കവാറും ചിങ്ങമാസത്തിൽ അവരുടെ കല്യാണം ഉണ്ടാവും. എന്നിട്ട് ചേട്ടൻ രാമനോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? പറയാൻ തോന്നിയില്ല. കല്യാണം ഉറപ്പിച്ച് ഒരുത്തം നിൽക്കുമ്പോൾ സീതയുടെ കാര്യം പറയാൻ പറ്റൂ? അതുകൊണ്ട് അപകടം ഉണ്ടായ കാര്യം പോലും ഞാൻ പറഞ്ഞില്ല. സീതയുടെ കാര്യം പോലും പരാമർശിച്ചുമില്ല. ശാരദേ, കല്യാണം കഴിഞ്ഞു വന്ന ആ കൊച്ചി ഇവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിനക്ക് വേണമെങ്കിൽ 1-2 മാസം അവിടെ അവൻ്റെ അടുത്ത് ചെന്ന് നിൽക്കാം. അങ്ങനെയുള്ളപ്പോൾ വേറൊരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞ് മീരയുടെ അപ്രീതി നമ്മൾ സമ്പാദിക്കണം. അതുകൊണ്ട് പറയാൻ ചെന്നതൊക്കെ ഞാനങ്ങ് വിഴുങ്ങി. എന്നിട്ട് നിന്റെ മരുമകളാൻ പോകുന്ന പെങ്കൊച്ചുണ്ടാക്കിയ രുചിയുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് ഞാനിങ്ങ് പോന്നു. സീതയുടെ മുഖം ഒരു ഭാരമായി ഉള്ളിൽ കിടക്കല്ലേ. ഉച്ച കഴിഞ്ഞുള്ള വണ്ടിയിൽ ഞാനിങ്ങ് പോന്നു. എന്നാൽ വീട്ടിൽ നിന്ന് എന്നെ ബസ് സ്റ്റാൻഡിലേക്ക് വിടുമ്പോൾ കാര്യം പറയാമെന്ന് വെച്ചു. അപ്പോഴുണ്ട് ആ കുട്ടി കൂടെ. എൻ്റെ ശാരദേ, അവനെ നിഴല് പോലെ പിന്തുടരുന്ന കുട്ടിയാ. അതിനിടയിൽ നമ്മളായിട്ടൊരു കരടാവാതിരുന്നാൽ മതി. അതാ നല്ലത്. അപ്പൊ സീതയെ അവനൊരു കരടായോ ചേട്ടാ? എന്ന് വേണം കരുതാൻ. ഇപ്പൊ നടക്കാത്ത ബന്ധത്തിന്റെ പിന്നാലെ നടക്കാതെ ഒന്നാവാൻ പോകുന്നവരെ അങ്ങ് അനുഗ്രഹിക്കുക. ചാരുമോള് കിട്ടൂനെ കളിപ്പിച്ചോണ്ടിരിക്കുവാണോ? എന്താ മോള് വിഷമിക്കരുത്. മോളുടെ സീതമ്മയ്ക്ക് രാമനങ്ങളുമായി ഒന്നിക്കാനാവില്ല. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. അപ്പൂസ് പോയിട്ട് ഒന്നും സംസാരിച്ചില്ലേ? സംസാരിക്കാനായില്ല മോളെ. ശങ്കരമുത്തച്ഛൻ ചെല്ലുമ്പോ അവിടെ മീരയെന്ന് പറയുന്ന പെണ്ണും ഉണ്ടായിരുന്നു. അപ്പൊ അവര് കല്യാണം കഴിക്കോ അപ്പൂസേ? കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലെന്നാ പറഞ്ഞത്. എന്നാലും ആ കൊച്ചു ഏതു നേരവും അവിടെ തന്നെ ഉണ്ട്. ഓണത്തോടടുപ്പിച്ച് അവരുടെ കെട്ട് നടക്കുന്നാ പറഞ്ഞു കേട്ടത്. നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ. മുകളിലൊരാളൂടെ തീരുമാനിക്കണം ആരൊക്കെ ഒന്നിക്കണമെന്ന്. ശരിയാ. അതുകൊണ്ടായിരിക്കും സീതമ്മയ്ക്ക് അപകടം പറ്റിയിട്ടും രാമനെങ്കിലും വിളിക്കാത്തത് അല്ലേ? അതിനാ സാധ്യത. നോക്കിക്കോ, അവർ രണ്ടുപേരും കല്യാണം നടക്കാൻ പോണില്ല. നടക്കരുതേ എന്ന് ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കും. മോളുടെ സീതമ്മ വരുന്നുണ്ട്. ഇനി ആ സംസാരം വേണ്ട. അപ്പൊ അതാണ് മോളുടെ ആഗ്രഹം അല്ലേ? എന്താ മുത്തശ്ശനും പേരക്കുട്ടിയും തമ്മിലൊരു സീരിയസ് ഡിസ്കഷൻ? ഒന്നുമില്ല സീതമ്മ. അങ്ങനെ ഒന്നുമില്ലാതെ വരത്തില്ലല്ലോ. അല്ല, മോളുടെ കണ്ണിന് കാഴ്ച കിട്ടിയിരുന്നെങ്കിൽ എല്ലാവരെയും കാണാമല്ലോ എന്ന് പറയായിരുന്നു. 1-2 ചെക്കപ്പ് കഴിഞ്ഞതാണല്ലോ. കാഴ്ച കിട്ടുമെന്ന് തന്നെയാ പല ഡോക്ടർമാരും പറഞ്ഞത്. എനിക്ക് കാഴ്ച വേണ്ട സീതമ്മ. ചില ആൾക്കാരൊക്കെ ഭയങ്കര ദുഷ്ടന്മാരാ. അവരെയൊന്നും എനിക്ക് കാണണ്ട. സീതമ്മയുടെ രാമനങ്കളാ ഏറ്റവും വലിയ ദുഷ്ടൻ.
പറ്റിയേ? അത് മോൾ അപകടം പറ്റി ആശുപത്രി കിടന്നിട്ടും രാമൻ വിളിച്ചില്ലല്ലോ, അതിന്റെ ദേഷ്യ. ഓരോന്ന് ചിന്തിച്ചോണ്ട് വീടിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ശ്വാസം മുട്ടുക അച്ഛാ. നാളെ മുതൽ എനിക്ക് ഓഫീസിൽ പോണം. മുറിവ് കരിഞ്ഞില്ലല്ലോ മോളെ, അത് മാത്രാണോ? പഴയ പോലെ അല്ലല്ലോ, വീടും മാറിയില്ലേ. ഇവിടുന്ന് 10 കിലോമീറ്റർ ബസ് യാത്രയും ചെയ്യണ്ടേ? അതൊന്നും സാരമില്ല അച്ഛാ. തലയിലുണ്ടായിരുന്ന ആ വിങ്ങലൊക്കെ മാറി. ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ വീടിനകത്തിരുന്ന് ശ്വാസം മുട്ടുന്നേ? ഞാൻ മറച്ചു വെക്കുന്നില്ല. ശ്രീയേട്ടൻ വിളിക്കാത്തതിന്റെ വേദന ഒരുപാടുണ്ട്. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അത് കൂടെ ഉള്ളൂ, കുറയില്ല. ഓഫീസിലെത്തിക്കഴിഞ്ഞ പിന്നെ മനസ്സ് വഴിക്ക് വരും. ജോലി ഒരുപാടാണല്ലോ അവിടെ. ആ തിരക്കിനിടയിൽ പലതും മറക്കാൻ കഴിയുവച്ച. എന്നാ പിന്നെ മോളുടെ ഇഷ്ടം പോലെ. എങ്ങോട്ടാ രാവിലെ ഒരുങ്ങി? ഞാനേ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോവാ. സുഹൃത്തെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ വളരെ ക്ലോസ് ആയിരുന്നു. അപ്പൊ അയാൾ അറിവിശുക്കനായിരിക്കും അല്ലേ? അങ്ങനെ നീ കമ്പയർ ചെയ്യണ്ട. പഠിക്കുന്ന സമയം മുതലേ അവൻ നല്ല ലാവിഷായിരുന്നു. പണം പൊടിക്കുന്നതിനൊന്നും ഒരു മടിയില്ലാത്ത പയ്യനായിരുന്നു. ആളിപ്പോഴേ ഗൾഫിൽ നിന്നാ വന്നിരിക്കുന്നേ. എന്നാ പിന്നെ സ്പ്രേയോ ചുരിദാറിന് തുണിയോ വല്ലതും കിട്ടുമോ നോക്ക്. വർഷങ്ങൾക്ക് ശേഷം കാണുന്ന സുഹൃത്താ. അവനോട് എന്തെങ്കിലും ചോദിച്ചു വാങ്ങുന്നത് ശരിയാണോ? പിന്നെ അവൻ അറിഞ്ഞെന്തെങ്കിലും തരികയാണെങ്കിൽ തരട്ടെ. പിന്നെ അറിഞ്ഞു തരുന്നു. നിങ്ങളുടെയല്ലേ സുഹൃത്ത്, അതൊന്നും പ്രതീക്ഷിക്കണ്ട. ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവനുമായിട്ട് ഒരു നേരം ഭക്ഷണം കഴിക്കുക, പിരിയുക, ആ ഉദ്ദേശത്തോടെ ഞാൻ പോകുന്നേ. ഈ സുഹൃത്ത് ഇങ്ങോട്ടെങ്ങാനും കയറി വരുമോ? വന്നാ കൊടുക്കാനൊന്നുമില്ല. അല്ലെങ്കിലും കൊടുക്കുന്നൊരു പാർട്ടി. സുഹൃത്തുക്കൾ ആരെങ്കിലും വീട്ടിൽ വന്നാ ഒരു കട്ടൻ ചായ, അതിനപ്പുറം ഒന്നുമില്ലല്ലോ. നീ എന്തിനാടി അർച്ചനെ ഇങ്ങനെ മിനിറ്റിന് ഓരോന്ന് പറഞ്ഞ് കളിയാക്കി രസിക്കുന്നേ? എനിക്കറിയില്ല നിനക്ക് അതുകൊണ്ട് എന്ത് സുഖ കിട്ടുന്നതെന്ന്. എത്ര കളിയാക്കിയാലും നന്നാവുന്നില്ലല്ലോ. എടി, ഇങ്ങോട്ട് മാറിയ ശേഷം മാസം നല്ലൊരു വരുമാനം എനിക്ക് പോയി. എന്നുവെച്ചാ 5-6 കുട്ടികളുടെ ട്യൂഷൻ ക്ലാസ്സാണ് നഷ്ടമായത്. ഇത് സ്വന്തം നാടാ. ഇവിടെ നിങ്ങളുടെ അടുത്ത് ആരും കുട്ടികളെ ട്യൂഷൻ അയക്കില്ല. കണക്ക് അധ്യാപകൻ കണക്കാണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല. നിന്റെ തോന്നിവാസത്തിന് മറുപടി പറയാൻ എന്റെ നാവിന് നീളം പോരാ. ഞാൻ അതുകൊണ്ടേ നിന്നോട് സുല്ലിട്ട് അങ്ങ് പോവാ. അതെ, സുഹൃത്തിനെ കാണുമ്പോ സ്പ്രേ എങ്കിലും ചോദിക്കാൻ മടി കാണിക്കില്ലേ? എടി, അവൻ നമ്മുടെ കല്യാണത്തിന് മുമ്പ് പോയാനാ. ചിലപ്പോ നിന്നെ കാണാൻ വന്നിരിക്കും. അപ്പൊ ഒരു കട്ടണിൽ ഒതുക്കണ്ട. അതെ, ഓഫീസർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മൊത്തത്തിലൊരു സുഖമുണ്ട്. അതെ അതെ, ആ പെണ്ണുപിള്ള വന്നതിൽ പിന്നെ ജോലി കഴിഞ്ഞിട്ടൊരു നേരമില്ല. അതല്ലെങ്കിലും അങ്ങനെയാടോ. ജോലിയോട് ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥർ വരുമ്പോ കീഴ് ജീവനക്കാർക്ക് നീരസം ഉണ്ടാവും. അതിൽ അത്ര വലിയ അത്ഭുതമൊന്നുമില്ല. റെസ്റ്റ് എടുക്കാതെ പോന്നോ? കുഴപ്പമൊന്നുമില്ല. എത്ര സ്റ്റിച്ച് ഉണ്ട് മാഡം? ഒരുപാടുണ്ട്. എന്താ, സന്തോഷായോ? ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യിപ്പിടിച്ചാണോ മാഡം? അത് എന്നേക്കാൾ നിശ്ചയം നിങ്ങൾക്കായിരിക്കുമല്ലോ. ഇതിനു പിന്നിൽ ആരാണെന്നൊക്കെ എനിക്കറിയാം. എന്നാ പ്രൂവ് ചെയ്യാനൊക്കില്ല. കാരണം ഈ ഓഫീസിലുള്ള ചില അഴിമതി വീരന്മാരെ പോലെ തന്നെ പലരും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടല്ലോ. അത് ഞങ്ങൾക്കിട്ടൊരു കുത്താണല്ലോ മാഡം. അങ്ങനെ കുത്തല് തോന്നിയെങ്കിൽ പറഞ്ഞതിൽ സത്യവും കാണും. ഇന്ന് ജോലിയൊന്നും ചെയ്യണ്ട മാഡം, അധികം തലയിളക്കണ്ട. ശരി.
കൂടെയുള്ള ഒരു സ്റ്റാഫിന് അടിയേൽക്കുമ്പോ കളിയാക്കൽ കുറച്ച് കുറയ്ക്കണം സുദേവൻ സാറേ. അയ്യോ, അതിന് ഞാൻ ആരാ കളിയാക്കി? ചിലരുടെ ഭാഷയെ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്നാ വിചാരം. ഷെടാ, ജീപ്പ് തട്ടി തല പൊട്ടിയന് ശിക്ഷ മൊത്തം നമുക്കാണല്ല. ഏതായാലും കാണിക്കേണ്ട ഫയലൊക്കെ കൊണ്ട് കാണിക്കണ്ടേ സാറേ? ചൂടിലാണെങ്കിലും എല്ലാം പെൻഡിങ് അല്ലേ? ആ അളിയ എത്ര നാളായടാ കണ്ടിട്ട്. എടാ, നീ ആകെ അങ്ങ് മാറിപ്പോയല്ലോ. താടിയൊക്കെ വളർത്തി കണ്ണാടിയൊക്കെ വെച്ച്. എടാ, നിനക്ക് ഒരു മാറ്റമില്ല. ദേ അന്നത്തെ അതേ പയ്യൻ. അതുകൊണ്ടെന്താ, പെണ്ണ് കാണാൻ പോകുന്ന വീട്ടിലൊക്കെ പ്രായം 27 എന്നാ പറയുന്നത്. ഓഹോ, അത് ശരി. അല്ല, നീ ഫുഡ് ഓർഡർ ചെയ്തോ? പിന്നെ നീ വൈകിയപ്പോ സമയം കളയണ്ടെന്ന് കരുതി ഞാൻ ഓർഡർ ചെയ്തു. പിന്നെ നിന്റെ ഇഷ്ട ഭക്ഷണമൊക്കെ എനിക്ക് മനപ്പാടമാണല്ലോ. ആ ആഹാ, അപ്പൊ നിന്റെ പിശുക്കൊക്കെ മാറിയോടാ. ആ ഈ വളിച്ച ചിരി കണ്ടാലറിയും അത് പഴയപടി തന്നെ തുടരുകയാണെന്ന്. അങ്ങോട്ട് വെച്ചോ. എടാ, അടുത്ത ഞായറാഴ്ച ഞാനൊരു പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. ആഹാ, നിനക്ക് കൂടെ വരാൻ പറ്റുമോ? മറ്റു തിരക്കൊന്നുമില്ല, വരാം. ആ എടാ, നീ എന്റെ വൈഫിനെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. ദാ ഇതാ ആള്. അർച്ചന. ആ പറയടി. ആ ശരി ശരി, നേരത്തെ വരാം. എടാ, നാളെ എൻ്റെ മോളുടെ ബർത്ത്ഡേയാ. ആഹാ, അത്യാവശ്യം കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട്. അതിന് നേരത്തെ ചെല്ലണമെന്ന് അവൾ പറയുന്നു. നിനക്ക് ഒരു കുട്ടിയല്ലേ ഉള്ളൂ? അതെ, 5 വയസ്സാ. മോളുടെ പേര് ഗംഗ. നല്ല പേര്. വൈഫിന്റെ പേരെന്താ? അർച്ചന. അപ്പോ ഇതവള് തന്നെയാ. നല്ല ടേസ്റ്റി ഫുഡ്. നീ പഴയ പോലെ തന്നെയാ. ഭക്ഷണത്തിന് മുന്നിലെത്തിയ പിന്നെ വെയിറ്റിംഗ് ഇല്ല. നല്ല സ്പീഡാ. എന്നാ പിന്നെ കൈ ഉണക്കണ്ട, പോയി കഴിക്കോ. പറഞ്ഞിരുന്നതൊക്കെ പൊടി തട്ടി പുറത്തു വരുന്ന ഒരു വരവേ.
അമ്മൂസേ, ഓ അമ്മൂസിനെയും കൊണ്ട് ആശുപത്രിയിൽ പോവുകയാണോ? ആ തീരെ വയ്യ മോളെ, ഒന്ന് പോയിട്ട് വരട്ടെ. ഉം. വരുമ്പോ മോക്ക് ഏത് മിഠായിയാ വേണ്ടത്? ഒന്നും വേണ്ട, അമ്മൂസിന്റെ അസുഖം മാറിയാ മതി. ആ പോയിട്ട് വരട്ടെ മക്കളെ. അർച്ചന മാമി, ആരോ വിളിക്കുന്നു. ഹലോ. ആ അർച്ചന മോളെ, ഈ ശബ്ദം നിനക്ക് മനസ്സിലായോ? എവിടെയോ. ഒന്ന് ഓർത്തു നോക്ക്. ക്യാമ്പസിലെ മണ്ടി പെണ്ണിന് പിന്നാലെ നടന്ന മറ്റൊരു മണ്ടനെ പറ്റി. പീറ്ററേട്ടനാണോ? ആഹാ, എത്ര പെട്ടെന്നാ നീ എന്റെ ശബ്ദം തിരിച്ചറിഞ്ഞത്. എത്ര വർഷമായി പീറ്ററേട്ട കണ്ടിട്ട്? ആ വർഷങ്ങളായി. പീറ്ററേട്ടനിപ്പോ എവിടെയാ? വിശേഷങ്ങളൊക്കെ നിന്റെ അടുത്ത് പറയാം. ഇപ്പോ എനിക്കങ്ങോട്ട് വരാൻ പറ്റുമോ നിന്റെ വീട്ടിലേക്ക്? ഇവിടിപ്പോ പ്രത്യേകിച്ച് ആരുമില്ല. ഏട്ടന് വരാം. വീടറിയോ? ഇല്ല. തിരുവാങ്കുളത്ത് വന്നിട്ട് ഗിരിധർ എന്ന കണക്കധ്യാപകന്റെ വീട് ചോദിച്ചാൽ മതി, ആരും പറഞ്ഞു തരും വഴി. എനിക്ക് പിന്നെ ഞാൻ ഉടനെ അവിടെ എത്താം. എനിക്ക് മറ്റു ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശരി പീറ്ററേട്ടാ. ശരി മോളെ. പഴയ ഗ്ലാമറൊക്കെ അങ്ങ് പോയല്ലോടി. ഓ എന്തോന്ന് ഗ്ലാമർ. ഗ്ലാമറൊക്കെ അങ്ങ് നിലനിൽക്കണമെങ്കിലേ അന്തസ്സുള്ള തറവാട്ടില് മരുമകളായി ജീവിക്കാൻ ഭാഗ്യം വേണം. ഇവിടെ എന്താണ് നിനക്ക് ഇത്ര കുഴപ്പം? ആറു പിശുക്കനായൊരു ഭർത്താവ്. മുട്ടുസൂചി വാങ്ങിയാലും അതിന് കണക്കുണ്ട്. അതിനെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? അല്ല, അവന്റെ പിശുക്ക് ഇനിയും തീർന്നില്ലല്ലോ നോർത്ത. അതിന് പീറ്ററിന് ഗിരീടിന്റെ പരിചയമുണ്ടോ? പരിചയം ഉണ്ടോന്നോ? എടി, ഇപ്പോഴത്തെ നിന്റെ ആ കണക്കധ്യാപകനുണ്ടല്ലോ, എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലയോ. എന്ന് വെച്ചാ നിന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്നാണ് നിന്റെ ഫോട്ടോ കണ്ടതും ഫോൺ നമ്പർ തന്ത്രപരമായി കൈക്കലാക്കി നിന്നെ വിളിച്ചതും. അപ്പോ ഇന്ന് ഗിരിയേട്ടൻ കാണാൻ വന്ന ആ ഗൾഫുകാരൻ പീറ്ററേട്ടനായിരുന്നോ? അതെ, അത് ഈ ഉള്ളവൻ തന്നെയാണേ. ദാ, നീ ഇതങ്ങോട്ട് പിടിക്കും. അല്ല, ഞാൻ അകത്തോട്ട് വരണോ അതോ ഇവിടെ നിന്ന് സംസാരിച്ചിട്ടങ്ങ് പോണോ? അതെന്ത് പോക്കാ? അതിന് ഞാൻ വിടുവോ? പീറ്ററേട്ടനകത്തേക്ക് വാ. ഓ, ആരും ഇല്ലല്ലോ മോളെ, അല്ലേ? ആരും ഇല്ലെന്ന് പറഞ്ഞൂടാ. ഒരു പെണ്ണുണ്ടകത്ത്, കാഴ്ചയില്ലാത്തൊരു പെണ്ണ്. കാഴ്ചയില്ലാത്തൊരു പെണ്ണോ? അതാരാ? അതേ പറ്റിയൊന്നും ഇപ്പൊ അറിയണ്ട. നമുക്ക് സംസാരിക്കാൻ മറ്റെന്തെല്ലാം വിഷയമുണ്ട്. ഇരിക്ക്. ഓ,
ഇവളാ പിശുക്കന്റെ ഭാര്യയായത് നന്നായി. അപ്പൊ ഒരു പിശുക്കന്റെ ഭാര്യയായി ജീവിതം ഹോമിക്കാനാണോ നിന്റെ പ്ലാൻ? എന്ത് ചെയ്യാനാ പീറ്ററേട്ടാ, അടുത്ത സുഹൃത്തായതുകൊണ്ട് അറിയാലോ. ഇനി ഈ വണ്ടി കുറേ വർഷം ഓടിച്ചോണ്ട് പോണം. അതിനിടയിൽ എപ്പോഴാ കിതച്ചു വീഴുകയെന്ന് പറയാൻ പറ്റില്ല. അവന് പിശുക്കൊണ്ടെന്നേ ഉള്ളൂ, ആളൊരു സാധുവാ. എന്ന് പറഞ്ഞിട്ട് എന്താ? മനുഷ്യനായാൽ മനുഷ്യന്റെ ഗുണങ്ങൾ വേണ്ടേ? ഭാര്യയും കുഞ്ഞിനെയും കൂട്ടി ഒരു ഔട്ടിംഗ്, ഒരു സിനിമ, മാസത്തിൽ ഒരിക്കലെങ്കിലും പുറത്തുനിന്ന് ഒരു നേരം ഫുഡ്. അതൊന്നും എന്റെ ജീവിതത്തിലില്ല പീറ്ററേട്ടാ. ശരിക്കു പറഞ്ഞ വീട്ടിനകത്തിരുന്ന് നരയിക്കുന്നൊരു ജന്മം, അതാ ഞാനിപ്പോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ ഫീലിങ്സ്. സാരമില്ലടി, എല്ലാത്തിനും നമുക്ക് പരിഹാരം കാണാന്നേ. ഇനിയൊന്നും മിണ്ടല്ലേ. ഓ, ഇതാണോ കണ്ണ് കണ്ടുകൂടാത്ത ഇവിടുത്തെ കുട്ടി? ആരാ മമ്മി ഇവിടെ വന്ന്? ആരും ഇവിടെ വന്നില്ല. ആര് പറഞ്ഞു? ഒരു മണം വരുന്നുണ്ടല്ലോ. ഇവളെന്തോ നായുടെ ജന്മമാണോ? എന്ത് മണം? ഇവിടെ ആരും വന്നിട്ടില്ല. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല.